Hi everybody, once again welcome back to another video session of MTM College. Myself I am Muhammad Fasil from Department of Commerce. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം, നമുക്കൊന്ന് ഡീറ്റെയിൽഡായി നോക്കാം. അപ്പോൾ ഓക്കെ, ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് നടത്തുന്നതിനുള്ള റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട പ്ലാനാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലെ, ഒരു ഓഡിറ്റ് നടത്തുന്നതിനുള്ള റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം അല്ലെ സമയമെടുത്ത് ചെയ്യേണ്ട എന്ത് കാര്യവും നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള മുൻകൂട്ടിയുള്ള പ്ലാനാണ്, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലെ, എന്തൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത് അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ദ വർക്ക്സ് ടു ബി ഡൺ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് അതിൽ പറയുന്നു. ദ ഡ്യൂറേഷൻ ഓഫ് ടൈം ടു കംപ്ലീറ്റ്, അല്ലെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം അതിൽ പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം അതിൽ പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ ഹൗ ഓഡിറ്റർ അസൈൻസ് ദ വർക്ക് ബിറ്റ്വീൻ സീനിയർ ആൻഡ് ജൂനിയർ ക്ലർക്സ്, അല്ലെ ഓഡിറ്റർ അയാളുടെ സീനിയർ ആൻഡ് ജൂനിയർ ക്ലർക്കുകൾക്കിടയിൽ എങ്ങനെയാണ് വർക്ക് അസൈൻ ചെയ്യേണ്ടത്, അല്ലെ ഏൽപ്പിക്കേണ്ടത് എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെ എത്ര സമയത്തിനുള്ളിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കണം, അല്ലെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, ഓരോ വർക്ക് എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ ജൂനിയർ ആൻഡ് സീനിയർ ക്ലർക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഓഡിറ്റർ അയാളുടെ വർക്ക് അസൈൻ ചെയ്യുന്നത് എന്നും അതിലെന്ത് ചെയ്യണം, പ്രതിപാദിക്കണം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇറ്റ് ഡിഫൈൻസ് ദ ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്സ് ക്ലിയർലി. ദിസ് ഹെൽപ്സ് ടു എൻഷുർ നോ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഹാസ് ബീൻ ഒമിറ്റഡ്. അല്ലെ, ഓഡിറ്റ് ക്ലർക്സിൻ്റെ വർക്കുകൾ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. അല്ല, ഓരോ ഓഡിറ്റ് ക്ലർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കിട്ടുന്നൊരു ഗുണം എന്ന് വെച്ചാൽ ഓഡിറ്റ് വർക്കിൻ്റെ ഒരു ഭാഗവും നമ്മൾ അറിയാതെ ഒമിറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെ അറിയാതെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, സ്കിപ്പ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് എന്ന് ഉറപ്പുവരുത്താനും ഓഡിറ്റ് പ്രോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു നോ വാട്ട് വർക്ക് ഡൺ ആൻഡ് വാട്ട് വർക്ക് ഈസ് പെൻഡിങ്, അല്ലെ എന്തൊക്കെ വർക്കുകൾ നമ്മൾ ഓൾറെഡി ചെയ്തത്, ഇനി എന്തൊക്കെ വർക്കാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അല്ലെ, എന്തൊക്കെ വർക്കുകളാണ് ചെയ്തത്, എന്തൊക്കെ വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഗിവ്സ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ഓഡിറ്റ് സ്റ്റാഫ് ആസ് ടു വാട്ട് വർക്ക് ദേ ഹാവ് ടു ഡു വിത്തിൻ ദ ടൈം. അല്ലെ, അറ്റ് എ ടൈമിൽ എന്ത് വർക്കാണ് ഓഡിറ്റ് സ്റ്റാഫ് ചെയ്യേണ്ടത്, ഓഡിറ്റ് ക്ലർക്കുകൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അറ്റ് എ ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഷെഡ്യൂൾ ഉണ്ടാവും. അല്ലെ, ഓരോ വർക്കും ഏത് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അല്ലെ, അപ്പോൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടിക്കിടും. അല്ലെ, അപ്പോൾ ഇനി ചെയ്ത് തീർക്കാത്ത വർക്ക് എത്ര സമയം, അടുത്തായിട്ട് ഏത് വർക്കാണ് ചെയ്യാനുള്ളത്, എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നൊക്കെ അതിന് മനസ്സിലാകും. അപ്പോൾ അറ്റ് എ ടൈമിൽ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, ഓഡിറ്റ് ക്ലർക്ക് എന്ത് വർക്കാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഡിഫെൻസ് ദ ഓഡിറ്റർ, അല്ലെ അത് ഓഡിറ്ററെ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ ഓഡിറ്ററെ സംരക്ഷിക്കുന്നുണ്ട്. എങ്ങനെ? ഇൻ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ ഹി ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് ആസ് എൻ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ദ വർക്ക് ഹാസ് ബീൻ ഡൺ ബൈ ഹിം. അല്ലെ, ഓഡിറ്റർക്ക് എതിരെയുള്ള, അല്ലെ ഓഡിറ്റ് വർക്കിന് ശേഷം ഓഡിറ്റർക്കെതിരെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, അല്ലെ അത് അങ്ങനത്തെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ ഓഡിറ്റർക്ക്
ഒരു വർക്ക് ചെയ്തില്ല എന്ന് ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി വാദിക്കുകയാണെങ്കിൽ, അല്ല ആ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചെയ്തത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് പ്രോഗ്രാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അല്ല ഇതാ ഇന്ന വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്ത് തീർത്ത വർക്കാണ്, അതിൻ്റെ തെളിവാണ് ഇത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ല ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡ്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അല്ല ഭാവിയിലെ ഓഡിറ്റുകൾക്ക് ഇത് സഹായകമാകുന്നുണ്ട്. അല്ല ഭാവിയിലെ ഫ്യൂച്ചറിൽ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാൻ ഇത് സഹായകമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എ വെൽ ഡിസൈൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ക്യാൻ ബി യൂസ്ഫുൾ ഫോർ പ്ലാനിങ് ഓഡിറ്റ് ഓഫ് സബ്സിക്വന്റ് ഇയേഴ്സ്. അല്ലെ നമ്മളൊരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള, അല്ല നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഓരോ സ്ഥാപനത്തിൻ്റെയും സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസൃതമായിട്ട് ഉണ്ടാക്കിയ ഒരു ഓഡിറ്റ് പ്രോഗ്രാമാണ് എങ്കിൽ അത് നമുക്ക് ഭാവിയിലും അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലേ അപ്പോൾ ഓഡിറ്റ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു ഡൗട്ടും ഒരു കൺഫ്യൂഷനും, ആ കൺഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക സമയം പാഴാവുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ദ ന്യൂ ഓഡിറ്റ് സ്റ്റാഫ്. അല്ലെ പുതിയ ഓഡിറ്റ് സ്റ്റാഫുകൾക്ക് അത് വളരെയധികം പ്രയോജനപ്രദമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഫോർ എ ന്യൂ ഓഡിറ്റ് സ്റ്റാഫ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ മോഡൽ. അല്ലെ പുതിയ ഓഡിറ്റ് സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മോഡലാണ്. എന്താണ് അവരുടെ വർക്ക്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ഒരു മോഡലാണ് അതെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഓഡിറ്റ് പ്രോഗ്രാമിന് ഉള്ളത്. അപ്പോൾ ഞാനത് വീണ്ടും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, അടുത്ത ഇനിയും പറയാനുണ്ട്, ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൽ അതൊരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്. അല്ല യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റ് ക്യാൻ ബി അറ്റൈൻഡ് അറ്റ് ദ സെയിം ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ഫോളോ സബ്സിക്വൻറ്റ് ഓഡിറ്റ്. സബ്സിക്വൻറ്റ് ഇയേഴ്സ് എന്നാണ് കേട്ടോ, സബ്സിക്വൻറ്റ് ഓഡിറ്റ് എന്ന് തെറ്റിയടിച്ചതാണ്. അല്ലേ ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കും. അല്ലേ നമ്മൾ അടുത്ത വർഷവും ഇതേ ഓഡിറ്റ് പ്രോഗ്രാം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു യൂണിഫോമിറ്റി, നമ്മുടെ വർക്കിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവണം. ആദ്യം ഏത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നത്, ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നുണ്ട്. അല്ലെ ഒരേ ഓഡിറ്റ് പ്രോഗ്രാം അടുത്ത വർഷവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അടുത്തതായിട്ട് പറഞ്ഞത് ടൈംലി കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട, അത്യാവശ്യം സമയം വേണ്ടി വരുന്നൊരു കാര്യമാണ്. അല്ല അതുകൊണ്ട് തന്നെ അത് ടൈംലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നോക്കാം, ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്സ് ഓഡിറ്റർ ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ് വർക്ക് ഇൻ ടൈം സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അല്ലെ വളരെ സുഖകരമായിട്ടും സുഗമമായിട്ടും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടും ഓഡിറ്റ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കുന്നു. അതൊരു പരിധിവരെ ഓഡിറ്റ് പ്രോഗ്രാം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത നോക്കുക, എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ മേലെ കാര്യക്ഷമമായ നിയന്ത്രണം സാധ്യമാകുന്നു. എങ്ങനെയാണത്? ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ടു എക്സസൈസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ മേലെ എഫക്റ്റീവ് കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ ഓഡിറ്ററെ സഹായിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓരോ ഓഡിറ്റ് സ്റ്റാഫും ഏതൊക്കെ വർക്കാണ് അറ്റ് എ ടൈമിൽ ചെയ്യേണ്ടത്, എത്ര സമയം കൊണ്ടാണ് അവർ ചെയ്തു തീർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഐഡിയ ഓഡിറ്ററുടെ കയ്യിലുണ്ട്. അതാണ് ഓഡിറ്റ് പ്രോഗ്രാം. അല്ല അത് അവരുടെ മേലെ എഫക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്താൽ നല്ല കൺട്രോൾ അവർക്ക് മുകളിൽ നമുക്ക് കിട്ടും. അതുപോലെ ഇറ്റ് അസസ് ദ കോസ്റ്റ് ഓഫ് ഓഡിറ്റ്. അല്ലെ ഓഡിറ്റ് കോസ്റ്റ് അസസ് ചെയ്യാനും, അല്ല ഓഡിറ്ററുടെ ഫീസ് അസർട്ടൈൻ ചെയ്യാനും അത് സഹായിക്കും. അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും അത് സഹായിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഓഡിറ്റർ എന്തൊക്കെ വർക്ക് ചെയ്തു, എത്ര സമയം കൊണ്ട് ചെയ്ത് തീർത്തു, അല്ലെ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഓഡിറ്റ് ഫീസ് അസർട്ടൈൻ ചെയ്യുന്നതിന്. അല്ല അതിൻ്റെ ഒരു വ്യക്തമായ പ്ലാന് തന്നെയാണ്, മുൻകൂട്ടിയുള്ള പ്ലാന് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓഡിറ്റർക്ക് അയാളുടെ ഫീസ് അസർട്ടൈൻ ചെയ്യുന്നതിനും സഹായകരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും പറയാനുണ്ട്. അല്ല ഓഡിറ്റ് പ്രോഗ്രാം കൊണ്ട് ചില
പോരായ്മകളും അല്ലെങ്കിൽ എന്താ പറയുക ചില പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഇറ്റ് മേക്സ് ദ ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ്. അല്ല, ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് വർക്കിനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു യാന്ത്രികമാക്കി മാറ്റുന്നു. അല്ല, ആർക്കും ഓഡിറ്റ് പ്രോഗ്രാം അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അറ്റ് എ ടൈം ആദ്യം ഇന്ന വർക്ക് തന്നെ ചെയ്യണം, അല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരനെ ഒരു വർക്ക് ചെയ്യണം. ഇപ്പോൾ വൗച്ചിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ പറയുക വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യേണ്ടത് ഇന്ന ആളെന്ന് പറഞ്ഞാൽ ആ ആൾ തന്നെ അത് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു യാന്ത്രികമായി തീരുന്നു, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലായിട്ട് തീരുന്നു. അടുത്ത വർഷം ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം അതിലില്ല. അടുത്തതാണ് ഔട്ട്ഡേറ്റ് ആൻഡ് യൂസ്ലെസ് അല്ലേ. എന്താണ്, കാലഹരണപ്പെട്ടതാണ്, അതുപോലെ തന്നെ ഉപയോഗശൂന്യമാണെന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇഫ് എ ഫിക്സ്ഡ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് യൂസ്ഡ് വിത്തൗട്ട് റിവിഷൻ ഇറ്റ് മേ ബി ഔട്ട് ഓഫ് ഡേറ്റ് ആൻഡ് ഇൻ വെയിൻ. ദിസ് വിൽ ആൾസോ റിഡ്യൂസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ്. അല്ല, ഒരു ഫിക്സ്ഡ് ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ എന്തായിട്ട് മാറാം, റിവിഷൻ ഒന്നും കൂടാതെ ഒരേ ഓഡിറ്റ് പ്രോഗ്രാം തന്നെ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് എന്താ പറയുക, അത് ഔട്ട്ഡേറ്റ് ആകാം, അതുകൊണ്ട് ഇല്ലാതെയാകാം. കാരണം എന്ന് വെച്ചാൽ ഓഡിറ്റ് ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിലെ വർക്കേഴ്സിന് ഓഡിറ്റ് സ്റ്റാഫുകളെ വളരെ വിദഗ്ധമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് ക്ലയൻറ്റ് സ്റ്റാഫുകൾക്ക് ഈ ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അവർ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ടാകും. അവർ സ്ഥിരമായിട്ട് ഒരേ ഓഡിറ്റ് പ്രോഗ്രാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ അവർ വിദഗ്ധമായിട്ട് ഓഡിറ്റ് സ്റ്റാഫുകളെ പറ്റിക്കും. അതല്ലേ, ദിസ് വിൽ ആൾസോ റിഡ്യൂസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ്. അല്ലെ, ഓഡിറ്റിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കാനും ഇത് കാരണമാകും. അതുപോലെ തന്നെ നോ ചാൻസ് ടു യൂസ് ഇൻ്റലിജൻസ്. അല്ല, ബുദ്ധി ഉപയോഗിക്കാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ചാൻസ് കുറക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ദ ഓഡിറ്റ് ക്ലർക്ക് ഡസൻറ്റ് ഗെറ്റ് ചാൻസ് ടു യൂസ് ഹിസ് ഇൻ്റലിജൻസ് ഇഫ് ദ ഓഡിറ്റ് വർക്ക് ഈസ് പ്രീഫിക്സ്ഡ്. ഓഡിറ്റ് വർക്ക് പ്രീഫിക്സ്ഡ് ആണെങ്കിൽ, അല്ല ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ അവിടെ ഓഡിറ്റ് സ്റ്റാഫുകൾക്ക് അവരുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള കുറയുന്നു, പ്രവണത കുറയും അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അല്ല, അതനുസരിച്ചാണ് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ അധികമായിട്ട് മറ്റേ ക്ലയൻറ്റ് ഓഡിറ്ററുടെ സ്റ്റാഫുകൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്നില്ല, കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് പെടില്ല അല്ലേ. അടുത്തായിട്ട് പറഞ്ഞു നോട്ട് സ്യൂട്ടബിൾ ഫോർ ആൾ ടൈപ്സ് ഓഫ് ഫേം. അല്ലേ, ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ ഫേമുകൾക്കും അനുയോജ്യമാകണമെന്നില്ല അല്ലേ. ഒരു ഓഡിറ്റ് പ്രോഗ്രാം എല്ലാ ഫേമുകൾക്കും അനുയോജ്യമാകണമെന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ ഫേമുകളാണെങ്കിൽ അവിടെ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല അല്ല, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. കാരണം അതിന് മാത്രം വർക്ക് അവിടെ വരില്ല അല്ല, അതുകൊണ്ട് തന്നെ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ആവശ്യം വരില്ല. അടുത്തായിട്ട് നോക്കിയേ, ഹറി ഇൻ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആസ് പെർ ദ പ്രോഗ്രാം. അല്ലെ, ഓഡിറ്റ് വർക്ക് നോക്കി അതിലെന്താ പറയുന്നത്, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലുള്ള ഒരു ഹറി ഉണ്ടാകുന്നു. എന്താ പറയുന്നത്, ദ ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സസ് ടൈം കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ദ വർക്ക് മേ ബി ഹറീഡ് അപ്പ് ബൈ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് മേ ലീഡ് ടു ദ ചാൻസ് ഓഫ് ഒമിഷൻ ആൻഡ് ഇൻഡക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എന്താ പറയുന്നത്, ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഓരോ വർക്കിനും അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹറിയപ്പ് ഉണ്ടാകും, അല്ല പെട്ടെന്നൊരു ഹറിയപ്പ് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അവിടെ ഒരു ഒമിഷൻ ഉണ്ടാകാം അല്ലെ, ഒരു ഒമിഷനുള്ള ചാൻസ് ഉണ്ടാകും അല്ലെ. വർക്ക് നമ്മളെ വിട്ടുപോകാനോ അല്ലെങ്കിൽ എറേഴ്സോ ആൻഡ് ഫ്രോഡ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാനൊക്കെയുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഹറി ഉണ്ടാകുമല്ലോ. കാരണം വെച്ചാൽ ഇങ്ങനെ പ്രത്യേക ടൈം നിശ്ചയിക്കുമ്പോൾ അല്ല, ഓരോ വർക്കിന് ചില വർക്കിന് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് കഴിയുന്നുണ്ട്, ചില വർക്ക് കറക്റ്റ് സമയത്ത് കഴിയുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഹറി അവിടെ ഉണ്ടാകും.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ, നമുക്ക് ഇത്രയും ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞെങ്കിലും ഒരുപാട് ഉപകാരമുള്ള സാധനം തന്നെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, സിമ്പിളായ ടോപ്പിക്കാണ്.